हरे कृष्णा सर्वं कृष्णार्पणमस्तु പ്രഭുപാദ് की जय ഗുരു മഹാരാജ് की जय രാധാ പവനപുരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗെറ്റ് ടുഗദറിനോടനുബന്ധിച്ച് നമ്മളിപ്പം ഇവിടെ ജാനുവരി 2024 എല്ലാവർക്കും അറിയാം മഞ്ജരീസ് കുടുംബം ഒരുമിച്ചു എന്നുള്ളത്. അതിനോടനുബന്ധിച്ച് ഗുരുവായൂർ നിങ്ങൾ ഒരുപാട് അന്നദാനം തന്നു. എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 600 അന്നദാനത്തോളം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കറക്റ്റ് കാൽക്കുലേഷൻ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. പക്ഷേ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അന്നദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടെ 201 പേരുടെ അന്നദാനമാണ് കൊടുക്കുന്നത്. പിടിക്കേ 201 പേരുടെ അന്നദാനമാണ് കൊടുക്കുന്നത്. തൽക്കാലം ഞാൻ നോട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആളുകളുടെ പേര് ഞാനിവിടെ വായിക്കാം. വായിച്ചതിൽ നിന്ന് എല്ലാവരിൽ നിന്ന് 2 അന്നദാനങ്ങൾ ഞാനിപ്പം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും മാസങ്ങളിലും എഗെയിൻ നമ്മൾ ഗുരുവായൂർ തന്നെ കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ഞാൻ പേര് വായിക്കാൻ പോകുന്നത് രേഖ 5 ഫുഡ്, അഖില 5, സരസ്വതി അത്തം 5, ലില്ലി തൃക്കേട്ട 7, ഷീന 5, ശ്യാമ, സുജാത, സൗന്ദര്യ, പൊന്നുപിള്ള, പത്മിനി, നിഷ, ബിജു, പ്രീതി, പ്രദീപ്, കൃഷ്ണപ്രിയ, ബിനു, പ്രിയ, സ്മിത, ലില്ലിരാജ്, വന്ദന, പ്രസന്ന, ജിഷ, ശ്രീഹരി, ശ്രീകേഷ്, ബിന്ദു, അദ്വിക, വിജയ്, അശ്വിൻ, അർജുൻ, ദിവ്യ, ഗൗരി, ആനന്ദ്, ഐശ്വര്യ, എസ് പിള്ളെ, സിജിൻ, ദീപ, ശൈലജ, അശ്വതി, പ്രസന്ന, ബേബി, മോഹിനി, അനീഷ, ഉണ്ണി, ഋഷികേഷ്, വൃന്ദാവി സിംഗ്, കമലം, ശ്രീഹരി, ബേബി, ജയശ്രീ, ലളിത, ശരവണൻ, വി കി ഉഷ, ജ്യോതിഷ്, മനോജ്, അശ്വിൻ, തമ്പി, ദേവി, കൃഷ്ണ, വിഘ്നേഷ്, സിന്ധു, അംബ്ലി, ഷാജി, ഗ്രീഷ്മ, സന്ധ്യ, ജയശ്രീ, സുലേഖ ദേവി, സൂര്യ, ആദിത്യ, പ്രദീപ്, രാജേഷ്, സുബ്രഹ്മണ്യൻ, അനിൽകുമാർ, പ്രസന്ന, അനില, അഭിഷേക്, ഋതിക, ഗോപിക, രാധിക, ജ്യോതിഷ്, സുബീഷ, വിഷ്ണു, ആനി, സദാനന്ദൻ, ജിതു, ശ്രീജേഷ്, ജയന്തി. വൈഫൈ തരാം, ക്ഷമിക്കണം കേട്ടോ. ആനി, സദാനന്ദൻ, ജീതു, ശ്രീജേഷ്, ജയന്തി, ശ്രീനിവാസൻ, സുരേഷ്, മോനപ്പൻ, വിജയകുമാരി, കാസർഗോഡ്. ഈ വിജയകുമാരി കാസർഗോഡ് ഞാൻ ചെന്നൈയിൽ ഉണ്ടാകുമ്പോൾ തന്ന അന്നദാനമാണ്. അവരുടെ ഇവിടെ 8 എണ്ണം ഞാൻ കൊടുക്കുന്നുണ്ട്. ശൈലജ, മണ്ണാർക്കാട് 5, അമർ, രോഹിണി 3 ഫുഡ് ഇവിടെ കൊടുക്കുന്നു. അതും ചെന്നൈയിലെ പെൻഡിങ് ആയിരുന്നു. പിന്നെ ഒരാൾ അരിക്കൊമ്പൻ്റെ പേരിൽ തന്നിട്ടുണ്ട് കേട്ടോ, 4 എണ്ണം, അതും ഇവിടെ കൊടുക്കുന്നുണ്ട്. ദേവിക, ചിത്തിര 21 ഫുഡും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഉജ്വൽ, ഭരണി, ബഹറിൻ അവർ 11 പേരുടെ ഫുഡും കൊടുക്കുന്നുണ്ട്. അതായത് 78 ഫുഡോളം 77 78 ഫുഡോളം നമ്മൾ 2 പേരുടെ വെച്ച് കൊടുക്കുമ്പം 147 157 ആവുന്നുണ്ട്. അപ്പോൾ ബാലൻസ് 201 എടുത്തിട്ടാണ് ഞാനിപ്പോൾ 201 ആക്കുന്നത്. ഫുഡ് മാത്രമല്ല നമ്മൾ വെള്ളവും കൊടുക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഇതെടുത്ത് വെച്ചോളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ ചേട്ടൻ ആദ്യം. ഇതാ നമ്മുടെ ഭക്ഷണമൊക്കെ റെഡിയാണ്. ഭക്ഷണം വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ കയറ്റിക്കോ. വെള്ളം കയറ്റൂ മോനെ, വെള്ളം കയറ്റൂ. വിഷ്ണു ആ വെള്ളം കയറ്റാൻ ഹെൽപ്പ് ചെയ്യും. കുറച്ച് വെള്ളം ഇവിടെ കൊടുക്കും. ഇരുന്നോ. സോറി കേട്ടോ. ജയന്തി മാതാജി, സുജു അത് കയ്യിൽ വെച്ചു. നീ ഞാൻ കൂടെ നടക്കണോ? വൈഫൈ കട്ടാകും. ഹായ്. അന്നദാനം ഇന്ന് നമ്മൾ ഇന്നത്തെ അന്നദാനത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇന്ന് മാത്രമാണ് അമ്മൂനൊരു റെസ്റ്റ്. വിഷ്ണു ഫ്രണ്ടിൽ കയറിക്കോ. ആദ്യം നമ്മുടെ ബാഗ് എവിടെ പിടിക്കണേ. മോനെവിടെ കയറും? വിഷ്ണുവിൻ്റെ വണ്ടിയിൽ കയറി പോയിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കയറും. എങ്ങനെങ്കിലും കയറ്. അയ്യോ ഒരു മിനിറ്റ്, അവന് കയറാൻ വണ്ടിയില്ലല്ലോ. ചേട്ടാ ഒരു വണ്ടിയും കൂടെ വിളിക്കാൻ പറ്റുമോ? ചേട്ടാ ഒരു വണ്ടിയും കൂടെ വിളിക്കുമോ? എന്നാൽ നമുക്ക് സുഖമായിട്ട് പോവാം. ചേട്ടാ ഒരു വണ്ടിയും കൂടെ വിളിക്കുമോ? അയ്യോ നാരായണ. ഏട്ടാ ഒരു വണ്ടിയും കൂടെ വിളിക്കുകയാണെങ്കിലേ നമുക്ക് ഈ ഫ്രണ്ടിലിരിക്കുന്നവർക്കൊക്കെ കയറായിരുന്നു. കിട്ടാൻ പാടാ അല്ലേ? അയ്യോ നമ്മുടെ ഫുഡെല്ലാം കൂടി കയറ്റിയപ്പോഴത്തേക്ക് വണ്ടി ഓഫായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെല്ലാം പ്രതിസന്ധികളാ നോക്കണേ. ഒരു വണ്ടിയും കൂടെ നമുക്ക് പിടിക്കാം. ഇതൊക്കെ ഒരു ഫണ്ട്.
അതെ. ഇനി നമ്മൾ തിരുപ്പതിയിൽ നമ്മൾ മെയ് 1 ബാലൻസ് ഫുഡ് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഗുരുവായൂരിലേക്ക് തന്നവരുടെ എല്ലാവരുടെ പേരിലും നമ്മൾ 2 ഫുഡ് വെച്ച് കൊടുക്കുകയാണ്. ബാലൻസ് ഫുഡ് നമ്മൾ 2 വെച്ച് എവിടെ കൊടുക്കും? തിരുപ്പതി കൊടുക്കും, വൃന്ദാവനത്തിൽ കൊടുക്കും. അങ്ങനെ ഈ ഫുഡുകൾ നമ്മൾ പക്കയാക്കും. ചേട്ടാ ഒരു വണ്ടിയും കൂടെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഉണ്ടെങ്കിലൊന്ന് ഇവരെ കയറ്റാം. നമുക്ക് ഇങ്ങനെ ഒരു വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ലൈനായിട്ട് വിളിക്കാം. എവിടൊക്കെ പാവങ്ങൾ ഇരിക്കുന്നവർക്കൊക്കെ നമുക്ക് കൊടുത്തു പോവാം. എവിടെ ആദ്യം പോകണം ചേട്ടൻ? ചേട്ടൻ്റെ പിന്നാലെ വരാം ഞങ്ങൾ. ഹരേ കൃഷ്ണ. പിന്നെ എനിക്ക് ഒരു ഹെൽപ്പ് കൂടെ നിങ്ങൾ ചെയ്യേണ്ടത്, മഞ്ജരീക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. പക്ഷേ നമ്മുടെ അന്നദാനം കൊടുക്കുമ്പോൾ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ദയവായി ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഗുരുവായൂർ അന്നദാനം കൊടുക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എങ്ങനെയെങ്കിലും നമുക്ക് ശരിയാക്കി തരണം. ഓക്കെ? ആർക്കെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ. ഇന്നിപ്പോൾ ഞാൻ ഫ്രീ ആണ്. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇവരിങ്ങനെ സുഖമായിട്ട് ഫുഡൊക്കെ മടിയിൽ വെച്ച്, വെള്ളമൊക്കെ മടിയിൽ വെച്ച്, അതിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ പോവുകയാണ്. അപ്പം ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇവരെല്ലാവരും സഹിക്കുന്നുണ്ട് ഈ പ്രയാസങ്ങളെല്ലാം. സഹിക്കട്ടെ അല്ലേ? പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മഞ്ജരീസിലൂടെ നമ്മൾ ഈ അന്നദാനം കൊടുക്കുന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് റെഡി ആയിട്ടില്ല അല്ലേ സുജു? എല്ലാ അന്നദാനങ്ങളും ഞങ്ങളിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ 2-3 ദിവസമായിട്ട് വരെ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അവർക്ക് ഞാനിങ്ങനെ കണക്കും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് കാണിച്ചു കൊടുത്തു. ഒരമ്മ പാട്ടി இங்க வாங்க சாப்பாடு வாங்கிக்கோங்க. வாங்க ஃபுட் ஒரு ஃபுட் சாப்பிடுங்க. இந்தாம்மா. ஹரே கிருஷ்ணா ஜெய் ஸ்ரீ ராதே ஃபுட் கொடுக்கு. 2 சாப்பாடா 3 சாப்பாடா வாங்கிக்கோங்க. நீங்க 3-4 வாங்கிக்கோங்க. நாங்க கொடுத்துட்டே இருக்காங்க. இந்த 2 வெள்ளம். ஹரே கிருஷ்ணா. അതെ സാപ്പിടുங்க. ഒരു ഹരേ കൃഷ്ണ மட்டும் சொல்லுங்க. ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ട് ചേട്ടാ? ഞങ്ങൾ ഡെയിലി 51 പേർക്ക് കൊടുക്കുന്ന ചേട്ടാ. അതെ കൈനീട്ടം അമ്മച്ചിയാണത്. അപ്പൊ നമ്മുടെ മനോജേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ ഒരു ചോറ് കൊല്ലും നമ്മളെ. അപ്പൊ നമ്മുടെ അന്നദാനം. ഹരേ കൃഷ്ണ. ഇനി ആരാ ഉള്ളത് നോക്കട്ടെ. ഹരേ കൃഷ്ണ. ഇന്നിപ്പോ ഞങ്ങളുടെ അമ്മൂസിനെ സഹായിക്കണ ദിവസമാണ്. അതെ. അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോയി ചേട്ടാ. കാരണം ഞങ്ങൾ ഇന്നലെ ഗെറ്റ് ടുഗദർ ഒക്കെ ആഘോഷിച്ച് 100-300 ആൾക്കാരുണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് എന്താ ചേട്ടാ സോറി 1 മതി ചേട്ടാ. അതെ അപ്പുറത്തുനിന്ന് മേടിച്ചേട്ടാ ഫുഡ്. ഓക്കെ. അപ്പൊ നമ്മള് 2ാമത്തെ ആൾക്കും കൊടുത്തു. ചേട്ടാ ഫുഡ് വേഗം തിന്നോ ചേട്ടാ. ഹരേ കൃഷ്ണ. നല്ല രസല്ലേ നമ്മുടെ അന്നദാനം? ഖാന നെയ് വേണ്ട കൊടുക്കണ്ട. പോവില്ല ചേച്ചി പോവില്ല. അത് സാറ് പ്രധാനമന്ത്രി വരുന്നുണ്ടല്ലോ, അത് കാരണം അതിന് എഴുതേണ്ട ഒരു ചേട്ടൻ നിൽക്കുന്നു. ഇത് ഇവിടെ കുറെ ആൾക്കാർ കയ്യില്ലാത്തവരൊക്കെ ഉണ്ട്. ചേട്ടാ അല്ല അയ്യോ ഒരു മിനിറ്റ് വായും കൂടെ വാ. കട്ടാവും ഫുഡ് കൊടുക്കും. കണ്ണി എടുത്ത് കൊടുക്കണം. ചേട്ടാ ഫുഡ് വാങ്ങിക്കും. ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ ഗുരുവായൂർ മഞ്ജരീസ് അന്നദാനം കൊടുത്തോണ്ടിരിക്കണത് ആ ചേട്ടന്. അവർക്ക് വേണോന്ന് വെച്ചു. അവർക്ക് വേണോ? കഴിച്ചോ? വേണോ? ഓക്കെ. അപ്പൊ വേണ്ട. വേണ്ട. एक ബോട്ടിൽ, ഒരു ബോട്ടിലും കൂടി. और एक ബോട്ടിൽ കൊടുക്ക്. വാങ്ങിച്ചോ. ചേട്ടനും കൊടുക്ക ഫുഡ്. ആർക്കൊക്കെ ഭക്ഷണം വേണം അവർക്കൊക്കെ കൊടുക്കും മഞ്ജരീസിലൂടെ. വെള്ളം വേണമോ? തണ്ണി. വെള്ളം കൊടുക്കടാ. ഇതോ ആ ചേട്ടന് വെള്ളം വേണം.
അങ്ങനെ നമ്മൾ വെള്ളം കൊടുത്തു. ഇത് ആ അമ്മയ്ക്ക് കൊടുക്ക്, ആ അമ്മയ്ക്കും കൊടുക്ക്. എങ്ങനെയുണ്ട് മഞ്ജരീസ് ഗുരുവായൂർ മണ്ണിൽ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പേര് അർത്ഥവത്താക്കുന്ന രീതിയിൽ ഗുരുവായൂർ മഞ്ജരീസ് ഇവിടെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ. ഓക്കെ, കറിക്കോ. ഹരേ കൃഷ്ണ. ആ കൊടുക്ക് കൊടുക്ക്. ഓക്കെ, വെള്ളം വാങ്ങിക്കോ. നമ്മളിപ്പോൾ 201 ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വേണോ? ഇതേടാ, കൊടുക്ക്. ചോദിച്ച് വരുന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കും. ആ മോനെ കൊടുക്കും. തണ്ണി. ഓക്കെ, കഴിഞ്ഞോ? ദേ അവിടെയൊക്കെ കുറേ കാക്കാലന്മാരിയ്ക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ കൊടുക്കാം. അങ്ങോട്ട് കൊടുക്കാം, അവരൊക്കെ പാവങ്ങളാണേ. അപ്പം നമ്മളിതേ അടുത്ത സ്റ്റോപ്പിലേക്ക് പോവാണ്. ഇത് ഇവരൊക്കെ വേണ്ട, അവർക്ക് കച്ചവടക്കാരാ. ചേട്ടാ ഫുഡ്, ഭക്ഷണം തരട്ടെ ചേട്ടാ? ഭക്ഷണം അതെ അവർക്ക്. ചേട്ടാ വിളിക്ക്. അതല്ല, അതെ ചേട്ടാ അവിടെ ഫുഡ്. അതല്ല അയാളോട് ചേട്ടാ ഭക്ഷണം ആർക്കാ? വേണ്ടെന്നു. ചേട്ടാ ബീഡി വലിക്കരുത് കേട്ടോ. ആഹാ, വെള്ളം എടുത്തു കൊടുക്ക്. ഹരേ, അമ്മയ്ക്കും കൊടുക്ക്. അമ്മയ്ക്കും അച്ഛനും ചേട്ടനും ചേച്ചിക്കും ഒക്കെ കൊടുക്ക്. ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ട് മഞ്ജരീസ് ഫുഡ് കൊടുക്കുന്നത്? 201. നമുക്കൊരു 600 എണ്ണം കൊടുക്കാനുണ്ട്. ഇനിയും ഞങ്ങളിങ്ങനെ 200 കൊടുത്തോണ്ടേയിരിക്കും. 201. അയ്യോ നാരായണ, ഒരു വഴിയായി ചിരിച്ച് എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ. ഹരേ കൃഷ്ണ. ആമാ, മാക്സിമം ലൈവ് ഷെയർ ചെയ്യട്ടോ. ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ഗുരുവായൂർ മഞ്ജരീസ് അന്നദാനം കൊടുത്തോണ്ടിരിക്കാം. ജയ് ശ്രീ ഗുരുവായൂരപ്പ. നാരായണ ഗുരുവായൂരപ്പ. കിച്ചുട്ടാ, ഞങ്ങളിതേ അങ്ങയുടെ തിരുനടയിൽ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് മകനെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ് ശ്രീ രാധേ രാധേ. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ ഭവനപുരേഷൻ കി ജയ്. ഗുരുവായൂർ മഞ്ജരീസിന്റെ അന്നദാനം ഇന്ന് 201 പേരെടുത്ത് ഗുരുവായൂർ തിരുസന്നിധിയിൽ കൊടുക്കുകയാണ്. നമ്മളിനിയിപ്പം എവിടെ കൊടുക്കും? തിരുപ്പതി യാത്രയിൽ കൊടുക്കും, വൃന്ദാവന യാത്രയിൽ കൊടുക്കും. അങ്ങനെ നമ്മുടെ മഞ്ജരീസ് ഇന്ന് ഫുഡ് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഒരുപാട് സന്തോഷം അല്ലേ? അവരൊക്കെ നന്നായി ബിസിനസ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിരിക്കുന്ന ആൾക്കാരാണ്. കഴിക്കാത്തവരുണ്ടാവും. ഇനി അവർക്കിടയിലും ആവശ്യക്കാരുണ്ടെങ്കിലും നമ്മൾ കൊടുക്കും. മാക്സിമം മഞ്ജരീസിന്റെ ലൈവ് ഷെയർ ചെയ്യാം. വേണമെന്ന് ചോദിക്കാൻ കൊടുക്ക്. ദേ ആ മോന് കൊടുക്ക്. മോനെ വാങ്ങിക്കടാ. വെള്ളം മതിയോ മോനെ? ഭക്ഷണം വേണ്ടേ? വെള്ളം മതിയോ? ഹരേ കൃഷ്ണ. താങ്ക് യു ഡിയർ. ഹരേ കൃഷ്ണ. ആയ് ആ കുട്ടിക്ക് ആ കൊച്ചിന് കൊടുക്ക്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയില് ആ കുട്ടി കൊടുത്തു. ഇനി ആർക്കാ? തീർച്ചയായിട്ടും ഫുഡ്
വാങ്ങിച്ചു വാങ്ങിച്ചു. ഹരേ കൃഷ്ണ ബോലോ ബേട്ടി, ഹരേ കൃഷ്ണ ബോലോ, ബോലോ ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ ബോലോ. അത് താങ്ക് യു. ഹരേ കൃഷ്ണ. ഭയ്യ ഭയ്യ ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ട്? ജയ് ശ്രീ രാധേ രാധേ. സൂപ്പർ. നമ്മുടെ മാതാജിമാരൊക്കെ കൊടുക്കും. വെള്ളം മാത്രം കൊടുക്കണം. ഫുഡ് ഉണ്ടോ? ഓരോ പനി കൊടുക്കുക. വെള്ളം നമുക്ക് എടുക്കാം. നമ്മൾ എക്സ്ട്രാ വെള്ളം എടുക്കാൻ മക്കളെ. അയ്യോടാ കുട്ടിയുണ്ടോ? ചെറിയ കുട്ടി. ആ വെള്ളവും കെട്ടിപ്പിടിച്ച് അങ്ങനെ. വെള്ളം വെള്ളം വേണം, കൊടുത്തോളൂ. ഓ സൂപ്പർ. അമ്മയ്ക്ക് വേണോ? അമ്മയ്ക്ക് വെള്ളം. ഫുഡ് ഫുഡ് കൊടുക്ക്. നിക്ക് നിക്ക്. ഒരു മിനിറ്റേ. ഒരു വെള്ളം അവർക്ക് കൊടുക്കും. ഒരു മിനിറ്റ് മാതാജി, ഒരു മിനിറ്റ്. അമ്മ 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 ഇവിടെ ഉണ്ട്, വെള്ളം ഇവിടെ ഉണ്ട്. കൊടുത്തു അത് കൊടുത്തു അമ്മ. ഫുഡ് കൊടുക്ക്. ഫുഡ് കൊടുക്കും മോനെ. ഇവിടെ ഫുഡ് കൊടുക്ക്. ഭക്ഷണം വാങ്ങിച്ചോ അമ്മ, അപ്പുറത്തുനിന്ന് വാങ്ങിച്ചോ. ഗുരുവായൂരപ്പന്റെ കിഴക്കേ നടയിൽ നമ്മൾ അന്നദാനം കൊടുത്തോണ്ടിരിക്കുകയാണ്. മോനെ ഭക്ഷണം എടുത്തു കൊടുക്ക്. ഒരു ഫുഡ് കൊടുക്കും മോനെ. ഹരേ കൃഷ്ണ. ഇന്ന് ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ അന്നദാനം കൊടുക്കുന്നവർക്കെല്ലാം ഭഗവാന്റെ കാരുണ്യം കിട്ടും. കാരണം നമ്മൾ അത്രയും. കൃത്തിക കൂടെ വാ. ചേട്ടാ ഫുഡ് വരൂ. കൊടുത്താ വേണോ? അമ്മയ്ക്ക് വേണോ ഫുഡ്? വേണ്ട, അമ്മ കഴിച്ചു. അവിടെ ഇപ്പൊ ഭയങ്കര തിരക്ക് ഫുഡ് കൊടുത്തോണ്ട്. ഇതോടെ വാ. നമ്മുടെ മഞ്ജരീസ് കുടുംബാംഗങ്ങള് ഫുഡ് കൊടുത്തോണ്ടിരിക്കണം. ആ കൊടുക്കണ്ട്. അവിടെ വേണ്ട, അവർക്കൊക്കെ കൊടുത്തില്ലേ? ആ ചേട്ടന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാണ്. അച്ഛന് ഫുഡ്. ഞാൻ കൊടുക്ക ചോറ് ഫുഡ്. ഇവര് കുട്ടിങ്ങളാ? ഫുഡ് വേണ്ട. ഇനി ആരാ? ഇനി കുറച്ച് വേറെ എവിടെയില്ല, ബാക്കിലോട്ട് കൊടുക്കാം. വേറെ നടക്കുന്നു. ആ അവിടെ ഉണ്ടെന്ന്. വാ, അവിടെ ആൾക്കാരുണ്ടെന്ന്. വാ. ദിവ്യ വണ്ടി എടുത്ത് ചേട്ടാ ഫ്രണ്ടില്. കൃതിക നീ ഞാൻ കൂടെ നട്. തണ്ണി വേണോ? തണ്ണിയാ? ഇല്ല, അമ്മയ്ക്ക് വേണ്ടെന്ന്. ഹരേ കൃഷ്ണ. നമ്മളിന്ന് 201 പേർ അവർക്ക് കിട്ടി. ആ അച്ഛന് കൊടുക്ക്. ചേട്ടാ ഫുഡ്. സുജു ഭക്ഷണം കൊടുക്കടാ. ഹരേ കൃഷ്ണ. ഇവിടെ ഈ ചേട്ടന് കൊടുക്കടാ. അമ്മ വെള്ളം കൊടുക്കും. ഭക്ഷണം അവർക്ക് കൊടുക്കമ്മേ, അവർക്ക് കൊടുക്കും. ഇനിയും കൊടുക്കമ്മേ, വെള്ളം എടുക്കും. ആർക്കൊക്കെ ഭക്ഷണം വേണം അവർക്കൊക്കെ കൊടുക്കും. സ്വാമി ഫുഡ് അമ്മ പ്രസാദം. ഫുഡ് കൊടുക്കടാ. ഇവിടെ ചേട്ടന് ഫുഡ് കൊടുത്തില്ല. ജിത്തു വെള്ളമുണ്ട്. ആ അതെ, വെള്ളം മാത്രം കൊടുക്കണ്ട കേട്ടോ. വെള്ളം മാത്രം കൊടുക്കണ്ടേ, ഫുഡും കൂടെ ചേർത്ത്. ആ ഞാൻ അങ്ങോട്ട് പോട്ടെ.
നമ്മൾ 201 പേരുടെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക, എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യുക. അമ്മേ അതെ അവർക്കൊരു വെള്ളം കൊടുക്കാമേ. രാജ് മാതാജിക്ക് മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം. അങ്കിൾ ഫുഡ് മാതാജി ഹരേ കൃഷ്ണ വെള്ളം കൊടുക്കും. വാ വെള്ളതാ വേറെ സ്ഥലം ഉണ്ടോ? ഇതാ ഇനി വണ്ടി എടുക്കാം. വാ വേറെ സ്ഥലമുണ്ട്, വേറെ ഉണ്ടെന്ന് വേറെ. അമ്മയ്ക്ക് ഫുഡ് ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ. ഒരു ഫുഡും കൂടെ കൊടുത്തേ. ഒരെണ്ണം കൂടെ കൊടുക്കടാ. ആ അമ്മ ഒരു വെള്ളം ഒരു ഫുഡും കൂടെ കൊടുക്ക. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് സർ. ഞങ്ങളുടെ മഞ്ചരീസിന്റെ ആണല്ലേ, ഞങ്ങളുടെ മഞ്ചരീസിന്റെ ഗെറ്റ് ടുഗദർ ആണ് ട്രസ്റ്റിന്റെ. ആ ഹരേ കൃഷ്ണ. ചേട്ടാ ഫുഡ് ശരി കഴിച്ചോ? എടാ സ്വാമി ഫുഡ് വേണ്ട, കഴിച്ചു. വാ നമുക്കിനി വേറെ സ്ഥലമുണ്ട്. ഫുഡ് വാ അമ്മേ വരൂ. അല്ലതേ ചേട്ടൻ പോകുന്ന ഏതോ സ്ഥലമുണ്ടെന്ന്. ഗുരുവായൂരപ്പന്റെ കിഴക്കേ നടയിലാണ് ഇന്ന് ഗുരുവായൂർ മഞ്ചരീസ് 201 അന്നദാനം കൊടുക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. ജയ് ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രസാദം പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. കുറച്ചെടുത്തോളൂ പ്രഭുജി. ഹരേ കൃഷ്ണ. ഞങ്ങള് ഗുരുവായൂർ മഞ്ചരീസ് ട്രസ്റ്റ് ആണ്, ഇസ്കോൺ ഫോളോവേഴ്സ് ആണ്. ഡെയിലി ഞങ്ങൾ പ്രസാദം 51 പേർക്ക് കൊടുക്കും. ഞാൻ ഇവിടെയല്ല താമസിക്കുന്നത്. ഞാൻ മുംബൈ വൃന്ദാവൻ ബ്രജ്വാസിയാണോ? ഹരേ കൃഷ്ണ. ഞാൻ ബ്രജ്വാസി അല്ല, ആൾക്കാർ വിചാരിക്കാൻ ഞാൻ ബ്രജ്വാസി. പക്ഷെ ഞാൻ ഇടയ്ക്ക് അവിടെ പോയിട്ട് ചാർജ് ചെയ്യും. ബാറ്ററി ചാർജിംഗ് പോയിന്റ് ആണ് വൃന്ദാവൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ധന്വന്ത് പ്രണാമം. ജയ് ശ്രീ രാധേ രാധേ. ഗുരു മഹാരാജ് की जय, प्रभुपाद की जय. ജയ് 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 ജയ്. ഹരേ കൃഷ്ണ പ്രഭുജി. മഹാപ്രസാദം പ്രഭുജി. ഇവിടെ സെന്റർ ഉണ്ട്. ആ ഇസ്കോൺ സെന്റർ ഉണ്ട് പ്രഭുജി. ലോഹിതാക്ഷൻ പ്രഭുവിന്റെ, വിജയമുകുന്ദൻ പ്രഭുവിന്റെ ഒക്കെ അവരെ അറിയാം. ഞാൻ ദുബായിൽ പോയ സമയത്ത് അവർ വീട്ടിലെ പ്രോഗ്രാമിലൊക്കെ പോയിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇവിടുന്ന് ആ സൈഡിൽ പോയിട്ട് നേരെ പടിഞ്ഞാറേ നടയിലാണ് പ്രഭുജി. ആ സൈഡിലാണ്. അതെ, ഞങ്ങൾ ഡെയിലി 51 പേർക്ക് പ്രസാദം കൊടുക്കും. ഇന്ന് ഞങ്ങളുടെ ട്രസ്റ്റിന്റെ 51 ഡെയിലി. പിന്നെ ഇന്നലെ ട്രസ്റ്റിന്റെ 3rd ഇയർ ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ ഇന്ന് 201 പ്രസാദം. അല്ല, ഞാൻ ചെന്നൈയിലാണ് പ്രഭുജി താമസിക്കുന്നത്. ഞാനിവിടെ മലയാളിയാണ്. അല്ല, മലയാളിയാണ്, ചെന്നൈ സെറ്റിൽഡ് ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ട്രസ്റ്റിന്റെ ഇതായിരുന്നു, ഗെറ്റ് ടുഗദർ ആയിരുന്നു. അപ്പൊ അതോടനുബന്ധിച്ച് 201 പ്രസാദം കൊടുക്കുന്നു പ്രഭുജി. ആ ചെന്നൈ സെന്റർ ഉണ്ട് പ്രഭുജി, അവിടെയും പോകാറുണ്ട്. ജയപതാക് മഹാരാജിന്റെ. അതെ സ്വാമിയുടെ. ഒരുപാട് സന്തോഷം പ്രഭുജി അങ്ങേ കണ്ടതില്. ജയ് ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ. ഞാൻ മലയാളിയാണ്, പക്ഷേ താമസിക്കുന്ന മുംബൈയിലാണ്. ഓക്കെ. മുംബൈ ചോപ്പാട്ടി സെന്റർ. ചോപ്പാട്ടിയല്ല, ഇസ്കോൺ ആയിട്ട്. ആ ജുഹു. എനിക്ക് അവിടെ ഹംസരൂപ പ്രഭുവിനെ ഒക്കെ അറിയാം. പ്രഭുപാദ് ഇല്ല സമയത്ത് പ്രഭുപാദിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുതാവുന്ന സമയത്ത് വളരെ ചെറുതായിരുന്നു. അപ്പൊ ഞാൻ പ്രഭുപാദിനെ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം, കുറച്ച് സെക്കൻഡ്സിന് വേണ്ടി. അങ്ങനത്തെ അന്ന് ഞാൻ ചെറുതായ സ്ഥിതിക്ക് എനിക്ക് അത്ര പ്രഭുപാദിനെ. അപ്പൊ ശരി, കാരണം ഇവർക്ക് ഇനി പോണല്ലോ. ഇല്ല, നോ പ്രോബ്ലം. വെയിറ്റ്. അപ്പൊ ഇത് എന്താ പറഞ്ഞ, സത്സംഗം ഇല്ലെങ്കിൽ ബിനു സത്വസംഗ വിവേകന ഹോയ്, രാം കൃപ ബിനു സുലഭന ഹോയ്. രാംചരിത് മാനസിൽ തുളസിദാസ് പറയണം. സത്സംഗം ഇല്ലെങ്കിൽ ബിനു സത്വസംഗ് വിവേക് എന്ന് പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ. ശരി എന്താണ്, തെറ്റെന്താണ്, ആത്മാവ് എന്താണ്, ശരീരം എന്താണ്, തമ്മിലുള്ള വ്യത്യാസം.
അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ശരി. എത്ര നമ്മൾ ഒറ്റയ്ക്ക് ജപിച്ചാലും ആ പോയിന്റ് കണക്ഷൻ അത് സത്സംഗാണ് കണക്ട് ചെയ്യുന്നത്. ആത്മാവും പരമാത്മാവും കണക്ഷനിൽ അത് സത്സംഗാണ്. അത് ഇതിലും ഭാഗവതത്തിലെ ശ്ലോകമുണ്ട് 3:25-25 അതില് കപിൽ ദേവ് പറയാണ് ഇവരോട്, അവരുടെ അമ്മയോട്, സതാം പ്രസംഗ മമ വീര്യ സംവിധോ പവന്തിഹിർ കർണ രസായന കഥ തജോഷണ ദശപവർഗവർത്തിനി ശ്രദ്ധ ഭക്തിർ രതിർ അനുക്രമിഷ്യതി. ശ്രദ്ധ ഭക്തി രതിർ അനുക്രമിഷ്യതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ശ്രദ്ധ രതിർ ഭക്തി. അറ്റ്ലീസ്റ്റ് ഒരു രത്തിയിൽ പറഞ്ഞു. രത്തി എന്ന് പറഞ്ഞ രുചി. അതുവരെ രുചി വരില്ലെങ്കിൽ രുചിയുടെ മുമ്പെയാണ് നിഷ്ഠ. നിഷ്ഠയുടെ മുമ്പേ ഭജനക്രിയയില് അത്ര നമുക്ക് ഇത് കിട്ടില്ല. എന്താ പറഞ്ഞ കോൺസെൻട്രേഷൻ, പിന്നെ അത്ര അനുഭൂതികൾ ഉണ്ടാവില്ല. പിന്നെ അവരുടെ ജീവിതം അവര് കനിഷ്ഠ ഭക്തനാണ്. അവര് ഭക്തൻ വരും ഒരു പേരിന് മാത്രമേ, പക്ഷെ അത് ഭക്തന്മാരല്ല. കനിഷ്ഠ ഭക്തൻ പിന്നെ അഭക്തന്മാരും തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല. 19-20 വ്യത്യാസമല്ലോ. എല്ലാം ദുർഗുണങ്ങളും ഈ കർമ്മികൾ കൊണ്ട് ഉള്ളത് അഭക്തന്മാർക്കുള്ളത്. അത് ഇവർക്കുണ്ട്, കനിഷ്ഠ ഭക്തന്മാർക്കുണ്ട് 200% ഉണ്ട്. ആർക്കും ഇത്. പിന്നെ അവർക്ക് ജപത്തില് അത്ര രുചിയില്ല, വിഷമമുണ്ട്. പക്ഷെ അതിന് നമുക്ക് ആ വിഷമത്തിൽ നമുക്ക് മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സത്സംഗം വേണം. തീർച്ചയായിട്ടും സത്സംഗം ഇല്ലെങ്കിൽ നമ്മള് സ്വന്തം പരിശ്രമം കൊണ്ട് നമുക്ക് ഉയരാൻ സാധിക്കും. നമ്മൾ ജന്മാന്തർ നമ്മളെ കനിഷ്ഠ ഭക്തനായി നമ്മൾ ജനിക്കും മരിക്കും. പിന്നെ നമുക്ക് ആ ചോയ്സ് ഉണ്ടാവില്ല അടുത്ത ജന്മത്തിൽ എന്താ നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഭക്തിയില്ല കിട്ടുന്നത് 25 പൈസയ്ക്ക് നമ്മൾ ചെലവാക്കുന്ന 100 രൂപ ആയിരിക്കും. അപ്പം നമുക്ക് ദിവസത്തെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 75 പൈസ നഷ്ടം വന്നു. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ഈ ശുദ്ധഭക്തന്മാർ അവർക്ക് എല്ലാം ഇതിലും 100 രൂപ അവർക്ക് ലാഭം കിട്ടും, 1 പൈസ നഷ്ടം വരും. അപ്പം അവരുടെ പ്രോഫിറ്റ് അധികമാണ്. ഹരേ കൃഷ്ണ. ശരി പ്രഭുജി. ഹരേ കൃഷ്ണ. ധന്വൻ പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. ആരാന്നറിയാമോ? ഒരു വ്രജവാസി. ഹരേ കൃഷ്ണ. ഇതിലും വലിയൊരു അനുഗ്രഹം മഞ്ജരീസിന് ഇനി കിട്ടാനില്ല. ഗുരുവായൂർ അമ്പലത്തിന്റെ തിരുനടയിൽ വെച്ച് നമ്മുടെ ശ്രീല പ്രഭുപാജിയെ കണ്ട ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പരമഭക്തൻ. ഗുരുവായൂർ മഞ്ജരീസിലേക്ക് ഒരുപാട് അന്നദാനം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അദ്ദേഹം ഞാൻ പ്രസാദം കൊടുത്തപ്പം പറഞ്ഞു, വേണ്ട മാതാജി, എനിക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഈ വെള്ളം തിരിച്ചു തന്നു. ഇത് തന്നെയാണ് മഞ്ജരീസിന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം ശ്രീല പ്രഭുപാജിയെ കണ്ട ഒരു വ്യക്തി, പരമഭക്തൻ, വ്രജവാസി, വ്രജമണ്ഡലത്തിലുള്ള വ്രജവാസി, അദ്ദേഹം ഇന്ന് ഇവിടെ വൃന്ദാവനത്തിൽ നിന്ന് ഇവിടെ വന്ന് മഞ്ജരീസിന്റെ ലൈവില് 2 വാക്ക് ഭക്തിയെക്കുറിച്ചും ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഹരേ കൃഷ്ണ. എനിക്കൊന്നും പറയാനില്ല. കാരണം അത്രയും ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷം മഞ്ജരീസിന് ലഭിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ഹരേ കൃഷ്ണ. വെള്ളം കൊടുക്കമ്മേ, ചോദിച്ചല്ലേ. കുടിച്ചോളൂ. ഹരേ കൃഷ്ണ. കൊൽക്കത്ത. ഹരേ കൃഷ്ണ പ്രഭുജി. ഒരുപാട് സന്തോഷം. ഹരേ കൃഷ്ണ. ഇനി ആർക്കാ ഭക്ഷണം കൊടുക്കും? മാതാജി, പ്രഭുപാജിയെ കണ്ട ഒരു പരമഭക്തൻ വൃന്ദാവനത്തിൽ നിന്ന്. ഹരേ കൃഷ്ണ. ജയ ശ്രീ. രാധേ രാധേ. വേണോ ഭക്ഷണം?
നോ പ്രോബ്ലം പ്രഭുജി. ഹരേ കൃഷ്ണ. പോകാം. കൊൽക്കത്ത. ഫുഡ് കഴിച്ചോ? ശരി ശരി ശരി, ഓക്കെ അച്ഛാ. പോകാം ഇനി. അല്ല, കഴിച്ചു, അദ്ദേഹം കഴിച്ചു. കൊടുത്തു എടുക്കണ്ട, കോൾ അറ്റൻഡ് ചെയ്യണ്ട. ഇപ്പം അന്നദാനത്തിന്റെ ലൈവ് ടൈമാണ്. കൊടുത്തു. ഇനി എവിടെ? ഇനി അടുത്തത് ഏട്ടാ. ആ എവിടാ? അതെ ചേട്ടാ, ഇതിന്റെ ഉള്ളിൽ പോയാലുണ്ടാവില്ലേ? സുജു, അവിടെ ഒരാൾ കൊടുക്കാൻ. കൃതിക. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് അമ്മേ, അതാരാന്നറിയാമോ? വ്രജമണ്ഡലത്തിലെ ഒരു വ്രജവാസി ശ്രീല പ്രഭുപാജിയെ കണ്ട വ്യക്തി. അദ്ദേഹം ഈ വെള്ളം കുറച്ച് കുടിച്ചിട്ട് പറഞ്ഞു, എനിക്കിത് മതി എന്നൊരു ബാക്കി. മഞ്ചരീസിലൂടെ ഒരു പരമഭക്തൻ ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയിൽ വെച്ച് നമുക്ക് അദ്ദേഹം കഴിച്ച് തിരിച്ചു തന്ന അത് മഹാപ്രസാദം തന്നെയാണ്. മഞ്ചരീസിന് അത്ര അനുഗ്രഹം കിട്ടി. കാലാകാലം നമുക്ക് അന്നദാനം കൊടുക്കാൻ സാധിക്കുമെന്ന് ഗുരുവായൂരപ്പൻ തന്നെ ഒരു ഭക്തന്റെ രൂപത്തിൽ വന്ന് തെളിയിച്ചു തന്നു അല്ലേ? ഹരേ കൃഷ്ണ. നമ്മുടെ എന്താ പറയാ, അദ്ദേഹം ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകവും നമുക്ക് പറഞ്ഞു അല്ലേ? എനിക്ക് ഒന്നും പറയാനില്ല. ഗുരുവായൂർ മഞ്ചരീസ്. ഹരേ കൃഷ്ണ. ഓക്കെ, അവിടെ കൊടുത്തു. ഖാന ഇവർക്ക് കൊടുക്ക്, അവർക്ക് ഫുഡ് വേണമെന്ന്. അവര് കഴിച്ചെന്ന് അതെ അവർ കൊടുക്കും. പോവാം. ഹരേ കൃഷ്ണ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വ്രജ്വാസി ഇവിടെ വരുമെന്ന്. അദ്ദേഹത്തിന് കഴുത്തിലെ കണ്ടിമാലയും ഒന്നും പറയാനില്ല. ഒരു പരമഭക്തനെയാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയത്. ഗുരുവായൂർ മഞ്ചരീസിന് ഗുരുവായൂരപ്പന്റെ മണ്ണിൽ 201 അന്നദാനം കൊടുക്കാൻ സാധിച്ചു. അതെ, അന്നദാനം കൊടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹം കുറച്ച് വെള്ളം കുടിച്ചിട്ട് ബാക്കി നമുക്ക് തിരിച്ചു തന്നു. അവിടെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഒരുപാട് മഞ്ചരീസ് കുടുംബങ്ങൾക്ക് അന്നദാനം കൊടുക്കണം. ഒരിക്കലും നമ്മളൊരു നല്ല ഭക്തനെ നമുക്ക് കണ്ടെത്താന്ന് പറയുമ്പം പൂന്താനം തിരുമേനി ഇവിടെ വന്ന്. കൃതിക വാ. അമ്മു. ഹരേ കൃഷ്ണ. ഫുഡ് ഏയ് പാത്ത് ഭദ്രം ഓടല്ലേ? ഫുഡ് കൊടുക്ക്. ഹരേ കൃഷ്ണ. അയ്യോ, നമ്മളെല്ലാം ഓടിക്കുന്നു. ഹരേ കൃഷ്ണ. ഒരു കുപ്പി വെള്ളം കൊടുക്ക്. ഹരേ കൃഷ്ണ. ഇങ്ങോട്ട് നിന്ന് കൊടുത്തേടാ, എനിക്ക് കാണുന്നില്ല. ഹരേ കൃഷ്ണ ചേട്ടാ. ഹരേ കൃഷ്ണ. ഫുഡ് വണ്ടി ഇതേ അവിടെ ഭയങ്കര ബിസി. എല്ലാവരും ഓടി വരികയാണ്. ഹരേ കൃഷ്ണ. ഭയങ്കര സന്തോഷം എനിക്ക്. മഞ്ചരീസ് ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ അയ്യോ അവിടെ ഭയങ്കര ബിസി ബഹളമായി. എല്ലാവരും ഓടി കൂടിയിട്ടുണ്ട് അവിടെ. അവിടെ വലിയൊരു കൂട്ടം തന്നെയായി. എനിക്ക് ലൈവ് എടുക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല. சாப்பாடு இருக்கு, அங்கே இருக்கு தம்பி, வாங்கிக்கோ. இல்லம்மா, தண்ணி பாட்டில் ஒண்ணுதாம்மா ஒரு ஃபுட்டுக்கு. சரி, அப்ப அம்மா கொடுத்துருமா கண்ணா. ഓക്കെ, ഫുഡ് കിട്ടി. ഒരു ബോട്ടിൽ വെള്ളോട്ടോ ഒരു ഫുഡിന്. ഇവിടെ നല്ല ക്രൗഡായി. ആസ് ദ സെയിം ചെന്നൈ. നല്ല ക്രൗഡായി. കിഴക്കേ നടയിൽ തന്നെ അപ്പം 201. കൊടുത്തോ എല്ലാരും എടുത്ത് കൊടുത്തേക്ക്. ഇത് ഞാൻ ചെന്നൈയിൽ അനുഭവിക്കുന്നല്ലേ. സ്വയം അനുഭവി രാജാ, അനുഭവി.
സ്വാമി. അതിൻ്റെ ഇടയ്ക്ക് സ്വാമിമാരും വാങ്ങുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ നല്ല ബിസി ആയിട്ട് നമ്മുടെ മഞ്ജരീസിന്റെ മാതാജിമാർ കൊടുക്കുന്നുണ്ട്. മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. ഇവിടെ വാങ്ങിച്ചു, ഇവിടെ വാങ്ങിച്ചു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സാപ്പാട് വെള്ളം തന്നല്ലോ. ഹരേ കൃഷ്ണ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ മഞ്ജരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലൊരു ദിവസം ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഹരേ കൃഷ്ണ. ഒരുപാട് സന്തോഷം. ഭഗവാൻ ഇതിനേക്കാൾ ഒരു സൗഭാഗ്യം നമുക്കൊന്നും തരാനില്ല. വിശക്കുന്ന വയറിന് അന്നം കൊടുക്കുന്നത് തന്നെയാണ് യഥാർത്ഥ ഭക്തി. അത് എങ്ങനെയുള്ള ആൾക്കാരും ആയിക്കോട്ടെ, അയാൾക്ക് വിശപ്പുണ്ടോ, നമ്മുടെ മുമ്പിൽ കൈ നീട്ടിയോ, അത് തന്നെയാണ് ധർമ്മം. യഥോ ധർമ്മ തഥോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് ജയമുള്ളത്. മഞ്ജരീസ് ഉള്ള കാലം വരെ ആരും പട്ടിണി കിടക്കരുത്. പനി 2 ഫുഡ് വാങ്ങ. ഒരമ്മ, ഇനി ഒരമ്മ വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഫുഡ് എടുത്തോ. ഹരേ കൃഷ്ണ. ഇനി ഒരു ചേട്ടൻ വരുന്നുണ്ട്. ഇതുകൊണ്ടേ വരണോ. പുള്ളി വരുമ്പോ തന്നെ പിന്നിൽ പുകക്കെട്ടുണ്ടാ വരണം. ഇല്ലമ്മ ഇനിയുണ്ട് മാതാജി. ആ ഒരെണ്ണൂടെ മേടിച്ചോ, ഒന്നും കുഴപ്പമില്ല, കൊടുക്ക്. വിശക്കുന്നവനല്ലേ കൈ നീട്ടൂ അല്ലേ? അതെങ്ങനെയുള്ളവരാ, ഏത് തരക്കാർ, അതൊന്നും നോക്കണ്ട. ജാതി മധ്യ ഭേദമന്യേ ഗുരുവായൂർ മഞ്ജരീസ് എന്നും 51 പേർക്ക് കൊടുക്കുന്നു. ഇന്ന് 3rd ഇയർ ആനിവേഴ്സറി 201 പേർക്ക് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് 601 പക്ഷെ ഇത്രയും ക്രൗഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഉണ്ടെങ്കിൽ ഞാൻ എടുത്തേനല്ലേ. ഹരേ. രാത്രിയിലേക്ക് കഴിച്ചോളൂ, കറി മതിയെന്ന്. അയ്യോ കറി പൊട്ടിപ്പോയി ആ മനുഷ്യന്. ഇവിടെ വണ്ടി വരെ ബ്ലോക്കായി. മഞ്ജരീസ് അന്നദാനം ഡിസ്ട്രിബ്യൂഷൻ. ഇനി അവർക്ക് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? ആ പോവാം, ഉണ്ടാവില്ല, കൊടുക്കാം. ആ വാ. ഏകദേശം നമ്മൾ ഇതോ പൂന്താനം തിരുമേനിയുടെ നട. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അമ്മു അമ്മു അത് മറ്റും ഉള്ള എടുത്ത് വയ്ക്കണ്ണ അത് ബോക്സ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ നാരായണ ശരണം. അമ്മൂന്റെ ബുദ്ധിമുട്ട് എന്തായിരുന്നു മനസ്സിലായി. അന്നൊക്കെ എല്ലാവരും ഇങ്ങനെ നമ്മളിങ്ങനെ അതല്ലേ നമ്മളിങ്ങനെ കമന്റ് ഇട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അന്നദാനം കൊടുക്കുന്ന എന്താ വെയിലില്ലേ? ഒരമ്മ വരുന്നില്ല, വെയിലറിയുന്നില്ല. സന്തോഷത്തോടെ കൊടുക്കുന്നു. ആ പാട്ടിയെ വിളിച്ചേ. അതെ പാവം, ഒരു ചോറ് കൊടുക്കാം. അതിനൊരു ചോറ് കാണുന്നില്ലല്ലോ. അമ്മേ 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 വരൂ വരൂ. അയ്യോ അവരവിടെ കൊടുക്കണ്ടേ വെള്ളം? അവരവിടെ കൊടുക്കട്ടെ. വെള്ളമുണ്ടോ? വെള്ളം. അയ്യോ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറയൂട്ടോ. ആ വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നതിന്റെ വിഷ്ണു. ഹരേ കൃഷ്ണ. വിളിച്ചു കൊടുക്കണം മഞ്ജരീസ്. കുപ്പി വെള്ളം. ഇനി വെള്ളം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ചേട്ടാ 2 കേസ് വെള്ളം ഉണ്ടോ?
മതിയാവോ? ആ അത് ഒരു കേസ് വേണമെങ്കിൽ നമുക്ക് 2 കേസ് എടുക്കണം ഏട്ടാ. എന്നാ നമുക്ക് ഇവരിവിടെ നിന്നോട്ടെ, അവിടെ പോയി എടുത്തിട്ട് വന്നാലോ? അല്ല അവിടെ ഉണ്ട്, അല്ല എമറാൾഡിന്റെ ഇപ്പുറത്ത് ടേസ്റ്റ് പാലസിൽ. അല്ല അപ്പൊ ഇത് കൊടുക്കുമ്പോ ഫുൾ വെള്ളം മതിയായില്ലെങ്കിലോ? കഴിഞ്ഞിട്ട് മതിയോ? ഫുഡ് കുറച്ച് നോക്കിട്ട് വരണം. ആ ആ ഹരേ കൃഷ്ണ. അയ്യോ പാരാ. നമ്മുടെ ദേശീയ ഭക്ഷണം, നമ്മുടെ ദേശീയ ഫുഡ് 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 വരൂ 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 വരൂ. ഫുഡ് 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 ഫുഡ്. ചേട്ടാ കഴിച്ചോ? 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 അയ്യോ കവർ തടിക്കിച്ചു. അത് ബോധയിൽ പഠിച്ച് തൂങ്ങാം. ഉറങ്ങിക്കോട്ടെ. ഹരേ കൃഷ്ണ. ഷോ അതൊന്ന് കാണിച്ചൂടായിരുന്നു, ഞാൻ ലൈവ് ഇടൂലായിരുന്നോ? മത്സരാണ് ഭക്ഷണം കൊടുക്കാൻ. വീണ പുള്ളി മറ്റേ റമ്മടിച്ച് ഉറങ്ങാണ്. ബോധം പോയി എഴുന്നേക്കട്ടെ. സുജി ഇവിടെ താഴെ വീണ, അത് നമുക്ക് ലൈവ് ഇടാൻ മറന്നു. മിസ്സിങ് സാറില്ലേ, നമുക്ക് കണ്ടുപിടിക്കാം. സുജാത ചെറവറ പോലെ വീട്. ജയന്തി മാതാജി മാത്രം സാക്ഷിയായി. കൃതിക ഡ്രൈവർ പിടിക്കാൻ വരിക. ഹരേ കൃഷ്ണ. ഒരു ചേട്ടൻ ഉറങ്ങുന്ന ഒരു ചേട്ടൻ. അല്ലല്ല വിളിച്ചു കൊടുക്കാം. പട്ടി കൊണ്ടു എടുത്തിട്ട് വാ. അക്ക അക്ക ഭക്ഷണം ഭക്ഷണം. എന്താ കുട്ടികളാ എന്താ ചേച്ചി ഭക്ഷണം? കുട്ടി വെള്ളല്ലേ അവരവിടെ നിന്നു. അയ്യോ ഇവരെ പുറക്കത്ത് എണീപ്പിച്ചിട്ട് ചോറില്ലാറുണ്ട്. അവരിപ്പോ എന്തുണ്ടായി? ഇപ്പൊ തരാട്ടോ, ഇപ്പൊ തരേ. ഞങ്ങൾ ഇപ്പൊ തരാം. നിങ്ങൾ ഉറങ്ങുമ്പോ വിളിച്ചെണീപ്പിച്ച് ചോറില്ല എന്ന് പറയാനല്ല. ഒരു കേസ് വെള്ളം അവർക്ക് വെച്ചു കൊടുക്കണ്ട. അവരവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടാ? വരുന്നുണ്ടാ? ഓട്ടോ ചേട്ടനോടൊന്ന് അവരെ വിളിക്കാൻ പറ. അവർക്ക് നമ്മൾ തിരിഞ്ഞത് കണ്ടില്ലേ? കണ്ടു കാണുമല്ലോ അമ്മേ, നമ്മളെ പിന്നിലല്ലേ ഉണ്ടായേ? അവരിൽ വെള്ളം അത്രയും ഉണ്ടാവില്ല. ഇല്ല വെള്ളം ഇല്ല അവരുടെ കയ്യില്, കുറച്ചേ ഉള്ളൂ. വരുന്നുണ്ട്. അവര് കൊച്ചി രാജാവിൽ ഓട്ടോ വരുന്ന പോലെ പറന്ന് വരുന്നുണ്ട്. വിഷ്ണുവും ചിത്തു ഓട്ടോക്കാരനും കൂടെ ഫ്രണ്ടില്. അതല്ല ഇവരെ ഉറങ്ങായിരുന്നേ, എഴുന്നേപ്പിച്ചിട്ട് ഞാൻ പറയാം ചോറില്ല ചേട്ടാ. ഹരേ കൃഷ്ണ. അവിടെ വേണം ഫുഡ് വേണം. മോനെ വരണം അവിടെ. കഴിക്കേട്ടാ കഴിക്കേ. ഞങ്ങൾ ഡെയിലി 51 പേർക്ക് കൊടുക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ട്രസ്റ്റിന്റെ വാർഷിക, ഇന്നലെ മൂന്നാം വാർഷികം. ആ ഇതിന് കൊടുക്കോ? പട്ടിക്ക് കൊടുക്കോ? ഡോഗിനോട് ഡോഗിന് ഒരു പൊതി ചോറ് ഡോഗിന് കൊടുത്തേ. അവര് കൊടുക്കും. ആ ഇവര് കൊടുക്കും. ഓ നിങ്ങൾ കൊടുത്തോളൂ. എടാ ഇഡ്ലി കൊടുത്തേ. ആണല്ലേ? ദേ ഒരു അപ്പാപ്പൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, അയാൾ പോയി. ബാ ആ തിരിക്കാം. ബാ തിരിക്കി ബാ പോകാം. ഇനി അടുത്ത സ്ഥലത്തേക്ക്. ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ച് എണീപ്പിച്ചിട്ട് പറയാ ചോറില്ലെന്ന്. രണ്ട് വെള്ളം 3 ഓട്ടോ ആയിട്ട് നമ്മൾ പോവാണ്. അതെ, ദയവായി ഗുരുവായൂർ മഞ്ചരീസിന്റെ ഈ ഓട്ടോ ചാർജ് ഒന്ന് സഹായിക്കുക ആരെങ്കിലും. തരും ആരെങ്കിലും. അതെ ഞങ്ങൾക്ക് ലൈവ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം. ലൈവിൽ എത്ര പേരുണ്ടെന്നുള്ളത് ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇട്ട് തരിക. അതുപോലെ മഞ്ചരീസിന്റെ അന്നദാനത്തിന്റെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഓട്ടോ എക്സ്പെൻസ് 3 ഓട്ടോ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് സഹായിക്കുക. ഗുരുവായൂരപ്പന്റെ മണ്ണില്
ഗുരുവായൂരപ്പൻ്റെ എന്താ പറയുക തിരുനടയിൽ നമ്മൾ നല്ലൊരു പരമഭക്തനെ കണ്ട് അദ്ദേഹത്തിനും കൂടി കൊടുത്തു. ദീപാ സാജൻ മാതാജി മാത്രം എടുക്കണ്ട, ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തോളൂ. നിങ്ങളാൽ കഴിയുന്ന സഹായം തന്നിട്ട് നമ്മുടെ ഈ ഒരു ഓട്ടോ ചാർജ് നമുക്ക് ഇപ്പം കൊടുക്കണം. അപ്പം ദയവായി സഹായിക്കുക. 164 പേരുണ്ടല്ലേ ലൈവിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. എല്ലാവരും ഷെയർ ചെയ്യൂ. 101 പേര്, 164 പേര്. അപ്പോൾ ഓട്ടോ ചാർജ് തന്ന് ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുക. ഇങ്ങനെ എരന്ന് മഞ്ചരീസ് ഇവിടം വരെ എത്തി. 3 ഡോഗിന് ചോറ് കൊടുത്തു, 201 മനുഷ്യർക്ക് കൊടുത്തു. അങ്ങനെ മഞ്ചരീസ് ഇവിടം വരെ എത്തുകയാണ്. അപ്പം ദയവായി ദീപാ സാജൻ മാതാജി സഹായിക്കാമെന്ന് പറഞ്ഞു. ഒരുപാട് ഐശ്വര്യം മാതാജി, ഒത്തിരി നന്ദി. ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ മാതാജി തരാമെന്ന് പറഞ്ഞതിൽ. അപ്പം ഇപ്പം നമുക്ക് ഒരാൾ മാത്രം ചെയ്യുന്നത് ശരിയല്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. ആ സാറില്ല വാ. വെള്ളം കൊടുക്കും. ആ കുഞ്ഞിനെയും കൊണ്ട് അവര് ഒരു വെയിലത്ത് നടക്കണം. ഏക്കോർ ബോട്ടിൽ. ആ ഓക്കെ, ടീക്കേ. ഹരേ കൃഷ്ണ. കുറച്ച് വെള്ളം കുടിക്കുക. ഒരു ഭക്തൻ കുടിച്ച വെള്ളം ഉണ്ട് എൻ്റെ കയ്യിൽ. അതെ. അല്ല ഇതെല്ലാം മൂടി. ഇതാണ് എന്റെ കയ്യിൽ ഞാൻ കൊടുക്കാതെ വെച്ചതാ. പക്ഷെ നോക്ക്, അദ്ദേഹം കുടിച്ചിട്ടും ഫുള്ളായിരിക്കുന്നു. അദ്ദേഹം ഇത്രത്തോളം കുടിച്ചതാ. അദ്ദേഹത്തിന് ഞാൻ വെള്ളം കൊടുത്തപ്പോ അദ്ദേഹം ഇത്രത്തോളം വെള്ളം കുടിച്ചതാ. പക്ഷെ ഇപ്പൊ ഞാൻ തുറന്നപ്പം ഫുള്ളായി തന്നെ വെള്ളം. അയ്യോ നാരായണ, ഞാനില്ല. വരൂ. ഒരു കുട്ടി ഓടി വരുന്നുണ്ടോ ഭക്ഷണം കണ്ടപ്പോ? നമ്മുടെ അടുത്തേക്ക് ഓടി വരും. ഫുഡ് തരാം. അയ്യോ ഹരേ കൃഷ്ണ. സാപ്പാട്. അയ്യോ അമ്മേ, ഇവിടെ വെച്ച് കൊടുക്കമ്മേ. കൃത്തിക, എടാ വെള്ളം അവരെടുക്കുന്നു. എടാ അവിടെ വെള്ളം നോക്ക് അമ്മോ. അവര് വെള്ളം എടുക്കുന്ന അത് ശ്രദ്ധിക്കേ. അതെ, അവിടെ ആണല്ലേ. തികയില്ലല്ലേ നമുക്ക്. ഹരേ കൃഷ്ണ. बाकी बात में देखिए, पानी ज्यादा तो नहीं है. पानी उधर से. पानी ഹരേ കൃഷ്ണ. ഭക്ഷണം തികയില്ല. വെള്ളം തീർന്നില്ലേ? ഞാൻ അതാ പറഞ്ഞ വെള്ളം എടുക്കണം എന്ന്. ആണല്ലേ? അയ്യോ വെള്ളമില്ല എന്ന് പറയും. ഏയ് ബേട്ടാ इधर आओ. हरे कृष्णा बोलो हरे कृष्णा. इधर आओ बोलो हरे कृष्णा. जय श्री राधे राधे. बोलो बेटी हरे कृष्णा. അയ്യോ ഇവിടെ കൊറേ എണ്ണങ്ങൾ കേറി. നാരായണ. ബോലോ ഹരേ കൃഷ്ണ. നെയ് വെള്ളം കഴിഞ്ഞു. സാരല്ല, വെള്ളം കൊടുത്തു.
അയ്യോ നാരായണ, ചെലവാവില്ല. ദേ ആ കുട്ടിക്ക് ഒരെണ്ണം. ബേട്ടി ഇതോ ഇതിനൊരെണ്ണം, ഇതിനൊരെണ്ണം. വിഷ്ണു ഇത് റാവോ ചെല്ലോ, ഒരു ഫുഡ് ഒന്ന് അതിന് കൊടുക്ക, അതിന് കൊടുക്ക്. അമ്മേ 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 ഈ വാവയ്ക്ക് ഒരെണ്ണം കൊടുക്ക്. ഫുഡ് ഒരെണ്ണം കൊടുക്ക്. അത് കുഴപ്പമില്ല, ഫുഡ് കൊടുക്ക്. വെള്ളം നോക്കണ്ട, ഫുഡ് കൊടുക്ക്. ദാ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ആ സാരമില്ല, ഉള്ളത് കൊടുക്ക്. ഹരേ കൃഷ്ണ. ആ കൊടുത്തേക്ക് അമ്മേ, കൊടുത്തേക്ക്. ഏയ് ബോലു ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. ആ അയ്യോ ഫുഡ്. ഹരേ കൃഷ്ണ. ആ അപ്പൊ 201 ഫുഡ്, 220 ഉണ്ട്. ഇഡ്ലിയും ചേർത്ത്. ഇഡ്ലി അയ്യോ പപ്പട ആരാ താഴെ ഇട്ടെ? ബോലോ രാധേ 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 രാധേ. സാമ്പാറാ? ഇതാരാടാ പപ്പടം കളഞ്ഞേ? എടാ ഇതാരാടാ പപ്പടം കളഞ്ഞേ? ദേ ഒരാൾ ഓടി വരുന്നുണ്ട്, കൊടുക്ക്. ഉസ്കാ സാമ്പാർ ദോ അവർക്ക് കൊടുത്തേക്ക്. നാരായണ, ഇത് നമ്മൾ ഡെയിലി തന്നെ അവസ്ഥ. ദേ അവൻ ഒരെണ്ണം ബനിയന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് പിന്നെയും ചോദിക്കുന്നു. നിന്റെ കയ്യിലുണ്ട്, നിന്റെ കയ്യിലുണ്ട്. ഞാൻ കണ്ടു. ഒരെണ്ണം ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നെയും ചോദിക്കുന്നു. ഇനി വേണോ? ഒരെണ്ണം തന്നേടാ. ഇതാ बोलो हरे कृष्णा राधे राधे. हरे कृष्ण. അയ്യോ നാരായണ, ഒരെണ്ണം ബനിയന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് അവൻ മറ്റേ കൈ കാണിക്കാം. ദീദി പാനി ആ അത്രയൊന്നും പറയാതെ മോദി എന്ന് പറയരുത്. മോദിജി. പോയാ? ഇനിയുണ്ടോ ഫുഡ്? ഇതോ ഈ മാതാജിക്ക് കൊടുക്കടാ. ഫുഡ് വേണ്ട, വെള്ളം കാലി. ഇനിയുണ്ടോ ഫുഡ്? പായസോ? ആ ബേട്ടാ 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 ആ ചെക്കനെ വിളിച്ചാ. ഏ ബേട്ടാ ഇതറാവോ പായസം. ദേ പായസം ദാ പായസം. ഇതോ പായസം കൊടുത്തേ കുട്ടി. ഒരാൾ ഓടി വരുന്നുണ്ട്. കറി പായസം. പാനി നെയ്. പാനി ഇല്ലല്ലോടാ. 201 220 വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെ. യോടാ ഹരേ കൃഷ്ണ. പാനി നെയ്. ഹരേ കൃഷ്ണ. കോടാലി എന്താ വെള്ളം ഇല്ലേ? ദേ വെള്ളം ഇല്ലല്ലേ? നമ്മൾ കുടിക്കാൻ വെച്ചതാണ്. കൊടുത്തേക്കാ, നമ്മൾ കുടിക്കാൻ വെച്ചോളാം, സാരല്ല. ഓക്കെ. ഇനിയുണ്ടാ ഫുഡ്? ഇനിയുണ്ടാ?
സുജു ഇനിയുണ്ടോ ഫുഡ്? എത്ര എണ്ണം ഉണ്ട്? 4-5 മതി. ആ അപ്പൊ ഉള്ളത് ആർക്കേലൊക്കെ കൊടുത്തേക്ക്. ഇതാ എന്നാ അവിടെ കൊണ്ട് കൊടുക്കാം, അവിടെ കൊണ്ട് കൊടുക്കാം. ആ ഇല്ല, ഒരു 4-5 എണ്ണം കൂടെ ഉണ്ട്. പാകൽ അതും അവിടെ ഉണ്ടെന്ന്. വാ ആ ഉള്ളത് ഇങ്ങോട്ടേക്ക് എടുത്തോ. ആ വേണ്ട 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 ആ ഹരേ കൃഷ്ണ. ഹാപ്പി ഹാപ്പി. ദോ വെച്ചോ. ബസ് बाय. तुम्हारा नाम क्या है? Oh, thank you dear. दो കൊടുക്ക്. हरे कृष्णा. अस्सलाम वालेकुम. പാനി ചോദിക്കുന്നു. പാനിയില്ല. അമ്പിളി കഴിഞ്ഞോ? ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ഇത് അവിടെ കൊടുക്ക്. ഇത് അവരോട് ചോദിക്ക് വേണോന്ന്. അയ്യോ ആ എനിക്കറിയില്ല. ഫുഡ് എല്ലാം ഹാപ്പി. കഴിഞ്ഞോ? ദേ ആ കുട്ടിക്ക് കൊടുക്ക. ചുമ്മാ ആ കുട്ടി കൊടുക്ക് വിഷ്ണു. അയ്യോ പേടിച്ചു പോയി അതവനെ കണ്ടപ്പോ. നിന്നെ കണ്ടാ കൊച്ചു പേടിച്ചടാ. അതെ ഹരേ കൃഷ്ണ. ഇനി എത്ര എണ്ണം ഉണ്ട്? ദേ അവർക്ക് കൊടുക്ക. കഴിച്ചു കാണും. ആ 2 എണ്ണേ ഉള്ളൂ, 3 എണ്ണേ ഉള്ളൂ. അവിടെ ഉണ്ട്. അവിടെ ഉണ്ടാ? വാ കൃതിക വാ. ബാഗ് കൈവിടല്ലേ. ദേ ആ കുട്ടിക്ക് കൊടുക്കടാ സുജു. ഉണ്ടാ? അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്ര പേര് 201 ഫുഡ് നമ്മൾ 201 ഭക്ഷണം നമ്മൾ കൊണ്ടുവന്നതും പിന്നെ ഇഡ്ഡലിയൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ചും. കൃതിക നീ കൂടെ വാ. വൈഫൈ കട്ടാവതല്ലേ? അല്ല കൃതികയുടെ കയ്യിലാണ്. ആ 1-2 എണ്ണം കാണും. അവർക്ക് കിട്ടി, ഫുഡ് കിട്ടി. ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നില്ല. അവരൊക്കെ അവിടെ വന്ന് വാങ്ങിച്ചു. ഇവൻ എവിടേക്ക് ഓടി വന്നു നോക്കിക്കോ. ഇവിടുന്ന് അവിടെ ഓടി വന്നല്ലേ. കണക്കായി അവരെല്ലാം മേടിച്ചു. എല്ലാരും അവിടെ വന്ന് വാങ്ങിച്ചു. മതി, എല്ലാവർക്കും കിട്ടിയല്ലേ? അവർക്കൊക്കെ കിട്ടി. കണ്ടോ സാമ്പാറൊക്കെ. ബൈ. और एक माताजी फूड खाना കഴിച്ചു.
അവർക്ക് അങ്ങോട്ട് വന്നു. ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ട് കാണാ? കഴിച്ചു. ദൈവമേ, ഇതൊന്ന് കാണാൻ. എങ്ങനെയുണ്ട് ഗുരുവായൂർ മഞ്ജരീസിന്റെ അന്നദാനം? ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഇത് ഒറ്റയ്ക്കല്ലേ ചെയ്തോണ്ടിരുന്നത്? അതെ. അതെ അതെ. നമ്മുടെ ഫക്രു. ഹരേ കൃഷ്ണ. ഇതിലൊരു പ്രത്യേക സന്തോഷം ഉണ്ടോ? ഉണ്ട്. ഞാൻ ഇങ്ങനെ പിടിക്കാം. നല്ല എങ്ങനെയുണ്ട്? വെയിലൊന്നുമില്ല. വെയിലൊന്നുമില്ല. എങ്ങനെയുണ്ട്? അറിയുന്നില്ല വെയിൽ. അറിയില്ല. ഭയങ്കര ഒരു പുഴുകലല്ലേ. ഇനി റൂമിൽ ചെന്ന് AC ഇട്ട് അറിയും. നാടകം ആ വേണം വേണം. അയ്യോ 16-ാം തീയതി പ്രഭാഷണം ഉള്ളതാ. ഓ ഓ ഓ ബാലെ ഹാപ്പി ആണല്ലോ. അന്നദാനം കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ നമ്മളടുത്തേക്ക് ഓടി വരുമ്പം. നിങ്ങളുടെ രണ്ടുപേരും ബുദ്ധിമുട്ട് ഇപ്പോഴാണ് മനസ്സിലായി. യെസ്, നമ്മള് ഓട്ടോയിലാണ് കൊണ്ടുവരുന്നത് ഇപ്പോ. പക്ഷെ നമ്മൾ അവിടെ കൊണ്ടുപോയത് എങ്ങനെയാ? 2 വീലറില്. മാതാജി കാണാ? ആ കിട്ടിയെന്ന്. അവിടെ ഓട്ടോയ്ക്ക് ഭയങ്കര പൈസയാമേ. ബേട്ടാ കാണാ? നെയ് അവനൊക്കെ വാങ്ങിച്ചു. അവിടെ വന്നിട്ട് ഓടി വന്നിട്ട് വന്ദേ ഭാരത് വരുന്ന പോലെ ഓടി ഒന്ന് വാങ്ങിച്ചു. കാണാ? ഹരേ കൃഷ്ണ. ഇനിയുണ്ടോ ഭക്ഷണം? ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ. ഗോലോകത്തിരുന്നിട്ട് ഭഗവാൻ ഇതെല്ലാം കണ്ട് ചിരിക്കുന്നുണ്ടാവും മഞ്ജരീസിന്റെ കളികൾ കണ്ടിട്ട്. എല്ലാരും വൈകുന്നേരം ലൈവില് വരണം. ഹരേ കൃഷ്ണ കീർത്തനം ഇടുന്നുണ്ട് പറയും. ഇനി ഉണ്ടടാ ഫുഡ്? അല്ല വണ്ടിയിലുണ്ടാ? ഹരേ കൃഷ്ണ. അയ്യോ നാരായണ. അങ്ങനെ നമ്മൾ ഇന്ന് 201 പേരുടെ ഫുഡ് കൊടുത്തു. ഇനിയും കൊടുക്കാനുണ്ട്. ഞാൻ വിചാരിക്കുന്നത് മാസം മാസം. ഇതൊക്കെ ജീവിതല്ലേ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു മാസം മാസം നമ്മൾ ഇങ്ങനെ ഒരു വരവ് വന്ന് അത് ഗുരുവായൂർ തന്നെ കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും മാസം മാസം ഭഗവാനെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ അങ്ങ് എടുത്ത് ഗുരുവായൂർ അങ്ങ് കൊടുക്കാം അല്ലേ? തിരുപ്പതിക്ക് നമുക്ക് വേറെ കളക്ട് ചെയ്യാം. തിരുപ്പതി ഗുരുവായൂർ മണ്ണിൽ ആവും ചെയ്തു. അതെ. അപ്പം ദയവായി എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യാം. ഷെയർ ചെയ്യുക. അതെ അതെ. ഇനിയുണ്ടോ? ഇനി ഉണ്ടോ ഇല്ലേ? ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കണം മക്കളെ, ഉണ്ടോ ഇല്ലേ? ഡേ പറയടേ. കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. ഓക്കെ ഹരേ കൃഷ്ണ. അപ്പൊ നമ്മുടെ ഫുഡ് കഴിഞ്ഞു. ഒരു യുദ്ധം കഴിഞ്ഞു. അപ്പൊ ബാ ചേട്ടാ നമുക്ക് അവിടെ തന്നെ ഇറങ്ങാം. ഹരേ കൃഷ്ണ. അങ്ങനെ 201 പേരുടെ അന്നദാനം. ദേ പായസം. പായസം. ആ ഒരു ഫുഡും കൂടി ഉണ്ടാ? ദേ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ദേ മോര്. ദേ ആ പെണ്ണുങ്ങളെ അതിലോട്ട് കൊടുക്ക്. ചാവൽ കടി കടി കടി. മാതാജി കടി കടി. എല്ലാവരും കഴിച്ചു. ആ ഇനി പോണ വഴിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. ആ പോകുന്ന വഴിക്ക് ആരെങ്കിലും കാണും. വാ. ഹരേ കൃഷ്ണ. ആ ഉള്ളത് മേടിച്ചോ സുജു. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ട് പോവാം. ആ മാതാജിയുടെ കയ്യിലും ഉണ്ട്, വാങ്ങിച്ചോ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നാരായണ. ഹരേ കൃഷ്ണ. അയ്യോ നമ്മുടെ കൃതിക വണ്ടി ഓടിക്കാൻ പോവാണ്. അടുത്തത് ഇത് മോരാണ്. ഇത് മോരെ. അമ്മേ ആളെ ക്ഷീണിച്ചല്ലേ. അയ്യോ വണ്ടി മാറി. ശരി ഓക്കെ കുഴപ്പമില്ല. ഇതിൽ കയറാം. അങ്ങ പോങ്ക അങ്ങ പോങ്ക. അതെ. ഹരേ കൃഷ്ണ. കഴിച്ചു കഴിച്ചു. ചേട്ടൻ കഴിച്ചു. നാരായണ. അതാ അവിടെ കയറി കുട്ടി മാറണേ. അവളെ വിളിക്ക. കൃതിക
അവളെ വിളിക്കുക, എന്റെ വൈഫൈ കട്ടാവും. അത് അവളെ വിളിക്കും. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അവൾക്ക്. വല്ലാത്തൊരു കഷ്ടം. വട്ടം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല. അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഡയറി എടുക്കാൻ പോയതാ. അയ്യോ നാരായണ. कृतिका நீ அங்க போய் ஏறனா வைஃபை டிஸ்கனெக்ட் ஏறி உட்காரு. அம்மு சுதி பாத்தீங்கள். ஐயோ சுதி அது பரவாயில்லை, அப்படி சொல்லல. அம்மு சுதி വന്നു. அப்படி சொல்லல. ചേട്ടാ പോകാം. അവൻ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലേ? സുജിയോട് ചോദിച്ചൊക്കെ ബുദ്ധിമുട്ട്. നീ അങ്ങേ ഉட்காரு, ഉங்கிட்ட പോ சொல்லுடா. ന്യൂസ് കേരളത്തിന് വണ്ടിയൊക്കെ പോകും. സുധി എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ട് കാണുന്നുണ്ടോ? ഞങ്ങള് മാറിപ്പോയി ചേട്ടാ. 3 വണ്ടി നിർത്തിയിട്ട് 3 എന്താ പറയാ ഓട്ടോ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറി വണ്ടി മാറിപ്പോയി. ആ പിള്ളേരും കുട്ടികളും വീടന്റെ തൈലം മേടിച്ചിട്ടുണ്ടെന്ന് വീണന്റെ. നല്ല വീഴ്ചയായിരുന്നു. ഞാൻ പിടിച്ചപ്പോ എനിക്ക് തോമ്പ കിട്ടിയത്. ഇപ്പൊ തന്നെ ഇട്ടോ, ഇപ്പൊ തന്നെ ഇട്ടോ ദീപ മാതാജി, ഇപ്പൊ തന്നെ ഇട്ടോ. ട്രാൻസ്പോർട്ടേഷൻ എത്രയാന്നുള്ളത് ഞാൻ അവിടെ പറയാം, അവിടെ എത്തിയിട്ട് കൊടുക്കുമ്പോൾ പറയാം. നിങ്ങൾ ഇപ്പം തന്നെ ഇട്ടോളൂ. എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത അന്നദാനത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷനായിട്ട് എടുക്കാം. ഗുരുവായൂരപ്പൻ്റെ മണ്ണിലല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഹരേ കൃഷ്ണ. അമ്മു ടിഷ്യൂ ഒന്നും എടുത്തില്ലല്ലോ തുടയ്ക്കാൻ? ഞാനങ്ങനെ മോശം പരിപാടിയും ചെയ്യാറില്ല. അപ്പൊ ചെന്നൈയിലെ ചൂടൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എത്രയാണെങ്കിലും ചെന്നൈയിലെ ചൂടിൽ എങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവാ? അതെ, ആ വെള്ളം എടുത്തിട്ട് വരൂ. ഞാൻ കുറെ നേരമായി കാണുന്നുണ്ട് സുജാത മാതാജി, സുധി. അതെ സുധി, നമ്മുടെ വെള്ളം ഭയങ്കര ചൂട്. നമ്മുടെ വെള്ളമൊക്കെ പോയമ്മ. വെള്ളം അത് സാധിക്കില്ല. സാരല്ലേ, വാ 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 പോകാം, ടൈമായി. ഞാൻ നിങ്ങളോട് തന്നെ വന്നോ ഇറക്കി നമ്മളോടെ ഇറങ്ങാം. എടുക്കണ്ട അമ്മേ. അയ്യോ, ഞങ്ങള് വന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ആവുന്നില്ല. സ്റ്റാൻഡ് ആവുന്ന ഓട്ടോയിൽ കയറി ഞങ്ങൾ ഇരുന്നു. അപ്പൊ ഞങ്ങൾ അതിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുക ഈ വണ്ടി. രമാ മേനോൻ ഓർത്ത് വെക്കണേ, എന്താ അതെടുക്കണ. ലൈവ് പോയിക്കൊണ്ടിരിക്കാറേ. രമാ മേനോൻ, ദീപ സാജൻ, ഷാജി ഇവരൊക്കെ ഓട്ടോ ചാർജ് തരാന്ന് പറഞ്ഞു. ഞങ്ങള് ഫുഡ് ലൈവിലാണ്. ഇതിപ്പോ പ്രവർത്തിക്കില്ല. ഇപ്പൊ കുറച്ച് നേരത്തിന് ഫോൺ എടുക്കില്ല, നല്ല തിരക്കിലാണ്. നമ്മുടെ മഞ്ജരീസിൽ ആൻസർ പറഞ്ഞോണ്ടിരിക്കുക സുജ. മഞ്ജരീസിൽ കോള് വന്നപ്പോ സുജാത മാതാജി അറിയണേ ഫോൺ എടുത്ത്, ഹലോ ഞങ്ങളിപ്പം ഇത് ലൈവ് ആണ്, ഇപ്പൊ കുറച്ചു നേരത്തേക്ക് കിട്ടൂല, പ്രവർത്തിക്കില്ല. ആയി തുണി വെക്കാതെ. ചേച്ചിക്ക് കുടുങ്ങി. അതെ, ഇപ്പൊ കുറച്ചു നേരത്തേക്ക് പ്രവർത്തിക്കൂലെന്ന്. കോലം വെച്ചിട്ട് എങ്ങനെ ഡാൻസ് കളിക്കും? ആ പരിപാടിയുണ്ട് വൈകുന്നേരേ. ആണല്ലേ? അയ്യോ, അടുത്ത ഗെറ്റ് ടുഗദർ ഇതിനേക്കാളാണുണ്ടാവും, ഉറപ്പാണ്. സുജിയൊക്കെ സന്തോഷം. ആരാ കരയുന്നത്? സുജി സുനിൽ, കോഴിക്കോട് നിന്ന് എവിടെ നിന്നുള്ള സുജി സുനിൽ ആണെന്ന് തോന്നുന്നുണ്ട്. അയ്യോ നാരായണ, അവിടെ സ്റ്റാർട്ട് ആവുന്നില്ലേ? വാടേ, തള്ളടേ, തള്ളു മഞ്ജരീസിനെ. കല്ലൊക്കെ കൊണ്ടുണ്ട്. വാ, ഇറങ്ങ് ഇറങ്ങ്. അവിടെ ഒരു വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇറങ്ങ് 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 സുജു, പോ. തള്ളേ, വണ്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ സ്റ്റാർട്ട് ആവണില്ല. അയ്യോ, കേടുന്ന വണ്ടിക്കാരോട് നടന്നോളാം, നമ്മളെ വണ്ടി കേടുന്നു. അയ്യോ, കേടുന്ന വണ്ടിക്കാരോട് നടന്നോളാം. അന്ന കേറുന്നവര് കയറിക്കോ, വേങ്ങര കുട്ടീസൊക്കെ കയറിക്കപ്പോ. വിഷ്ണു, നീയൊക്കെ ചെറിയ കുട്ടി, എന്റെ സഞ്ചി കളയല്ലേ. എടാ, എന്റെ 100 രൂപയുടെ ബാഗാ, നീ കളയരുത്.
എന്റെ മോൻ അവൻ കളയില്ലാന്നാ പറഞ്ഞ. കളയോടാ നീ, എടാ കളയോന്നു. ഇവനാണ് വിഷ്ണു മാരാർ. വിഷ്ണു മാരാർ, കളയോടാ നീ. കളഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ശരിയാക്കൂടാ. കുട്ടീസ് കയറിക്കോ. അവന്തി കേറ്. തമ്പി ഏറ്, വണ്ടിയിലേറുമാ. എന്താ വണ്ടിയിലേറ്? മാരാരെ നീ കേറ്. അവിടെ ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് അതില് അല്ല ഇതിലിപ്പോ കേറ് പോ. ആ കേറിക്കോ. മാരാര് ഫ്രണ്ടിൽ കയറ്. അയ്യോ അതെല്ലാം പ്രശ്നമില്ല. ഏറ് അമ്മ നീ കയറ്. പോ 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 എല്ലാം കേറിക്കോ. മാരാരെ നീ മുണ്ടെല്ലാം മര്യാദയ്ക്ക് കൊടുക്ക്. പാവണ്ടോ പോ. അപ്പൊ ഓക്കെ, ഞങ്ങളിപ്പോ അവിടെ എത്തും. സ്റ്റാർട്ടായി. ഏയ് സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ടായി. കേറ്. സ്റ്റാർട്ടായി. ഏയ് വാ സുജി, നമ്മളവിടെ. മാരാരെ കേറടാ, നമ്മുടെ വണ്ടി ഇത്. അയ്യോ ഇത് നമ്മളെ വണ്ടിയല്ല. രണ്ടാളിതി കേറ്. ആ ദിവ്യ കേറ്. കൃതിക കേറ്. അല്ല ജിത്തു കേറിക്കോ. കേറ് കൃതിക കേറിക്കോ. ആ സ്റ്റാർട്ടായി. വാ ഇപ്പൊ ഇങ്ങതാ ഇருக்கு. അയ്യോ നാരായണ. എടേ ഇങ്ങനെയാണ് വൃന്ദാവനത്തിൽ പോയ എന്താവടേ? എനിക്ക് വയ്യ. ഞാൻ എന്റെ 100 രൂപയുടെ സഞ്ചിയാടേ. ഞാൻ ഓട്ടോക്കാരന്റെ അടുത്ത്. അമ്പലത്തിലെ പാൽപ്പായസം കിട്ടും. അവനവന്റെ പേര് ഷീട്ടാക്കൂ. ടാറ്റാ. അവിൽ മിൽക്ക് വാങ്ങിച്ചത്. ഐസ്ക്രീം ഉണ്ട് കുട്ടികളെ. ഐസ്ക്രീം മുട്ടയുണ്ട് കുട്ടികളെ. സാത്വിക ഫുഡ്. അവിൽ മിൽക്ക്. ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടോ അവിൽ മിൽക്ക്? ഹരേ കൃഷ്ണ. മഞ്ചരീസിനൊരു പേരും നിലയും വില ഉണ്ടായിരുന്നു ഗുരുവായൂർ. അത് അല്ലടേ, മഞ്ചരീസിനൊരു പേരും നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നു. അത് പോയി. അല്ല ഞാൻ പറയാണേ, ഇവളുമാരെല്ലാം കൂടി തീർത്ത് തരും. ഇനി വൃന്ദാവനം പോയാല് തീർന്നു. തീർച്ചയായും. ഓ ആണ് ഹാപ്പി. ഹരേ കൃഷ്ണ. വേണ്ട കേട്ടാ, ഇവര് ചുമ്മാ പറയാ. വേണോ? എവിടെയാണുള്ളത് അവിൽ മിൽക്ക്? ആ വണ്ടിക്കാരോട് നിർത്താൻ പറ. അതിൽ ആരെങ്കിലും ഫോണിൽ വിളിക്കുക, എന്നിട്ട് അവിൽ മിൽക്ക് വാങ്ങിച്ചുതരാം. ആരെങ്കിലും വിളിക്കുക. അന്ന് അവരെ ഉണ്ടോ നോക്കിട്ടെ. അല്ലേ പിന്നെ ആരെങ്കിലും ഉണ്ടോ അവിൽ മിൽക്ക് സ്പോൺസർ ചെയ്യാൻ? ആരോ രാജേശ്വരി മാതാജി വരെ ടീച്ചറും കുട്ടികളും കുറുമ്പ് കാണിക്കാണല്ലോ. ഹരേ കൃഷ്ണ. നാരായണ. ഞാൻ കുടിക്കില്ലേ, ഇവര് കുടിക്കും. ഇവരവിടെ പിടിച്ചു വെക്കും, ഞാൻ പോകും. എനിക്ക് ഗൂഗിൾ പേയും ഇല്ല എന്ന് പറയും. ഞാൻ കുടിച്ചിട്ടേ ഇല്ല എന്ന് പറയും. അതെ. ഹരേ കൃഷ്ണ. ഡേ അവനെ വിളിക്ക്. ഉണ്ട്. അവിൽ മിൽക്ക്. ഇനി അവിൽ മിൽക്കിന്റെ ഒരു കുറവും കൂടി ഉണ്ട്. ചേട്ടാ എനിക്കൊരു ഈ സോഡ ഇട്ടിട്ട് ഈ സാധനം. ചേച്ചി അവിൽ മിൽക്ക്. അവരെവിടെ? ആ ഓട്ടോ എവിടെ? നമ്മുടെ മറ്റേ ഓട്ടോയോ? അയ്യോ ഇവളുമാർ അവിൽ മിൽക്ക് കുടിക്കാൻ കയറ്റിയേക്കാണടേ. ഇതെന്താ ചേട്ടാ? കാന്താരിയാണോ ചേട്ടൻ മുമ്പേ കുടിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടല്ലേ? എനിക്കൊരു കാന്താരിയോ മുളകോ? അല്ല കാന്താരി. സ്പെഷ്യൽ സർബത്ത്. ഇതേ ചേട്ടനൊരു ചായ, മധുരം കുറവൊരു ചായ, എരിവ് കൂട്ടിയൊരു കാന്താരി. ചേട്ടന് ചായ ആണോ? ആ. അവിൽ മിൽക്ക് ആർക്കൊക്കെ വേണം? അവിൽ മിൽക്ക് വേണ്ട. കാന്താരി. ഇവരാണ് അവിൽ മിൽക്ക്. അമ്മയ്ക്ക് എന്താ അമ്മ? കാന്താരി സർബത്ത്. എന്താ വേണ്ടേ ചേട്ടാ? ഒരു 4 കാന്താരി എടുത്തേ. എങ്ങനെയുണ്ട് ചേട്ടാ? എരിവുണ്ടോ? കൊള്ളാമോ? നല്ലതാ.
നല്ല എരിവുണ്ടോ? ചേട്ടന്റെ കണ്ണിലോട്ട് നോക്ക്, വെള്ളം വരുന്നുണ്ട്. അല്ല, നല്ലതാ ചേച്ചി, എടുത്ത ചേച്ചി 4 എണ്ണം. അയ്യോ, നല്ല ടേസ്റ്റാ. എരിഞ്ഞാ അവിടെ ഇട്ടിട്ട് പോകും ഞങ്ങള്. എരിവൂടെ ചേർത്തിട്ടല്ലേ? ആ അവിടെ പാവി ഞങ്ങള് നല്ല എരിവ് ചേർത്ത് കൊടുക്കാൻ. അയ്യോ, വൈകുന്നേരം ചേട്ടാ ചേച്ചി 4 കാന്താരി സോഡ ഒഴിച്ചിട്ട്. വൈകുന്നേരം പാട്ടൊക്കെ പാടാം. എന്നാ വേണം? കാന്താരി വേണമാ, അവിൽ മിൽക്ക് വേണമാ? ലൈവിലാണ്. അമ്മൂന് ചായ എത്ര? അയ്യോ, ഞാൻ ചായ കുടിക്കൂല. അമ്മൂന് അമ്മൂന്. എനിക്ക് കാന്താരി സ്വീറ്റ്, ഒരു സ്വീറ്റ് സർബത്ത്. അതോ അവൽ മിൽക്കാത്ത മിൽക്ക്? എനിക്ക് സ്വീറ്റ് മതി. അയ്യോ, എരിവുണ്ടിച്ച വേണ്ടട്ടോ. അയ്യോ എന്റെ പൊന്നുമാത, എരിവൊന്നും ഇല്ല. അതന്നെ അങ്ങ് കുടിച്ചൂടെ അങ്ങോട്ട്. അല്ല മക്കളെ, എന്തോ പറയാനാ ഞാൻ. അലമ്പെന്ന് പറഞ്ഞ മഹാ അലമ്പ്. ഞാനല്ല, സുതിക്ക് കഴിക്കാൻ പൂതിയാവുണ്ടോ? സുതി എന്തോട്ടുണ്ട് കാണാല്ലേ? അയ്യോ അലമ്പിടാതെ മക്കളേന്ന് ഇതിന്റെ ആൾക്കാരാണ്. അലമ്പിടാതെ മക്കളേന്ന്. ഇവരെയൊക്കെ കൂട്ടി ഞാൻ എങ്ങനെയാ വൃന്ദാവനത്തിൽ പോവാ? ഫുൾ അലമ്പാ വൃന്ദാവനത്തിൽ. എല്ലാരും പോയാ ജയശ്രീ രാധേ രാധേ എന്ന് പറയും. ഇവരെ അവിടെ തിന്ന് നടക്കും. തീർന്ന് മാർക്കറ്റ് അല്ലാന്ന്, മാർക്കറ്റ് ആക്കുന്ന്. നാരായണ നാരായണ. എത്ര പേരുണ്ട് ലൈവില്? എന്റെ മാണി സുതി കയ്യിടുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ആണല്ലേ? എത്ര പേരുണ്ട് ലൈവില്? ഞാൻ നോക്കട്ടെ. നിക്കുന്നുണ്ടല്ലോ കാണാനില്ലല്ലോ. 40 എനിക്ക് കാണിക്കുന്നത്. അത് തെറ്റാണ്. എത്ര പേരുണ്ട് സുതി? എത്ര പേരായി വൃന്ദാവനത്തിൽ എന്നാ? ആഹാ, അതെ അതെ അതെ. വൃന്ദാവനം പൊളിച്ചടച്ച് അവിടുന്ന് എന്താ പറയാ, ശ്രീല പ്രഭുപാജിയും പോവും, കൃഷ്ണനും പോവും, എല്ലാരും അവിടുന്ന് ഓടും. മഞ്ജരീസ് അവിടെ എത്തിയ. എത്ര പേരുണ്ട് ലൈവിലിടൂ? ഒരു സൗകര്യം കാണാനേ ഇല്ല. എത്ര പേരുണ്ട്? ഓട്ടോക്കാരന്മാര് നമ്മളെ വിടൂല. വേഗം എല്ലാവരും ഒന്ന് സഹകരിക്കുക. വൃന്ദാവനത്തിൽ അന്ന് വൈകുന്നേരം കുറച്ചുണ്ട്. ചേട്ടാ ഇത് ഉള്ളി ഇടുവോ ചേട്ടാ? എത്ര പേരായി ലൈവിലെന്ന് പറയൂ. എത്ര പേരുണ്ട് ലൈവില്? 105. അതെ, അല്ല 160 സംതിങ് ഉണ്ടായിരുന്നു. 100 ഉണ്ടായിരുന്നു. എല്ലാരും കണ്ടു. ഞാനുണ്ടെന്ന് ശ്രീകുമാരി മാതാജി പറയണ്ട, ഞാനുണ്ടെന്ന്. ഇതൊന്നും കാണുന്നില്ലേ മക്കളെ? എന്നെ ഇത് ഒരു കടയിൽ കൊണ്ട് നിർത്തിയേക്കാം. നമ്മുടെ കാന്താരി വന്നു. കാന്താരി ഒക്കെ എല്ലാവർക്കും. ചേട്ടാ ഒരു കാന്താരി ഇച്ചിരി മധുരട്ടരോ? അയ്യോ, കുറച്ച് തണുപ്പ് വേണം കേട്ടോ. ഒരു വെറൈറ്റി. ആയിക്കോട്ടെ. ഓ ചോദിച്ചോ. നല്ല തണുപ്പുള്ളിക്ക് ചെന്നാലേ ഇങ്ങനെ ഒരു എൻജോയ്മെന്റ് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അല്ലേ? അതെ, കൂട്ടാം. വൃന്ദാവനത്തിലോട്ട് വരുന്നവരെല്ലാം ബുക്ക് ചെയ്യൂ. എന്നാ മാതാജി? ഈ മാസം പോയാലോ? പോവാ. ഈ മാസം പോവെന്നാ? എന്നാ ഈ മാസം പോവാ അല്ലേ വൃന്ദാവനത്തില്? പറയൊക്കെ നമ്മുടെ സുജാത മാതാജി പോണേനേക്കാളും മുന്നേ അങ്ങ് പോയാലോ? അല്ലേ വൃന്ദാവനത്തിൽ? പറയാം. അതാ ആൾക്കാർ നോക്കത്തോളൂ. ഇതെല്ലാം കൂടെ കുറ്റിയും പറിച്ച് എവിടെ നിന്ന് ഇറങ്ങിയതാന്ന് വിചാരിക്കും. നമ്മുടെ കാന്താരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അമ്മോ എന്നാ വാങ്ങണേ? എന്താ വീഴാൻ കാരണം? എന്നാ വേണം? പ്രണാമം. അമ്മോ എന്നാ വേണം? സ്വീറ്റ് ആയിരിക്ക് ചേട്ടാ. എത്ര? 3 തന്നെ വേണമാ? സ്വീറ്റ് തന്നെ. എന്താ എഴുതിയിട്ടുണ്ട് ചേട്ടാ? 2 സ്വീറ്റ് സർബത്ത്. എന്താ സുതി? 112. 112 പേര് സുജാത മാതാജി. സുതി സർബത്ത് വേണോ? ഇതേ നമ്മുടെ കാന്താരി റെഡിയായി. അങ്ങനെ ഇനി കാന്താരി കുടിച്ചിട്ട് പറയാം അങ്ങനെ ഉണ്ടെന്ന്. മോനെ നിങ്ങൾക്ക് എന്താടാ? കാന്താരി അല്ലേ? കാന്താരി. അമ്മയുടെ ബാഗ് ഇവിടെ എവിടെ ഉണ്ടല്ലോ. ഇതാടാ കാന്താരി. കോൾ അച്ഛൻ്റെ ബാഗ് എവിടെ? അതെടുത്ത് കയ്യിൽ വെക്ക്. അത് മിളക്. അമ്മ കുറച്ച് തരട്ടെ. ബുദ്ധി അങ്ങനെ ബുദ്ധി. ഇതോ അമ്മ. 3 സർബത്ത് 2 കാന്താരിയും കൂടെ. മോൻ അവിൽ മിൽക്ക് 2 എണ്ണം.
മോൻ അവിൽ മിൽക്കല്ലേ? ചേട്ടൻ എന്നാ വേണ്ട പറയിട്ടാ. മറ്റേ ചേട്ടന്മാരും പറയും ചായ. എന്ത് തരൂ ആണോ? ആയോ തന്നെ ഞാൻ കുടിക്കോ നോക്കട്ടെ. കുടിച്ചോളൂ, അമ്മ കുടിച്ചോളൂ. അയ്യോ അമ്മ കുടിക്കണേ. എന്റെ അപ്പോ അത്രയ്ക്ക് അവലൊക്കെ മതി. എനിക്ക് സർവത്ത് മതി കേട്ടോ. എനിക്ക് സർവത്ത് മതി. എനിക്ക് സർവത്ത് മതി. എനിക്ക് വേണ്ട. കാന്താരി കുടിച്ചാൽ മർദ്ദം കൂടുമെന്ന്. മർദ്ദം ആരാ പറയണേ? സുധി. അയ്യോ മർദ്ദം കൂടും. നിനക്ക് മർദ്ദം കൂടുതലാണോ? ചേട്ടാ ഇത് ഇച്ചിരി മധുരം ഒഴിച്ചു തരാമോ? അല്ല ഞാൻ കുടിച്ചോളാം. ചേട്ടൻ ഒഴിച്ച് ചേച്ചി. ഒഴിക്ക് ചേച്ചി. എനിക്ക് ആ കാശ് കളയാൻ പോയി. ചേട്ടാ അതിലൊഴിക്ക്. എക്സ്ട്രാ പൈസ തരാൻ ചേട്ടന്. മർദ്ദം കൂടുന്നു. അമ്മയ്ക്ക് നെഞ്ചെരിയുന്നുള്ളൂ, എനിക്ക് ഇങ്ങനെ എരിയുണ്ട്. ഹലോ കൃഷ്ണ ഗുരുവായൂരപ്പ. ഈ ഒരു കുഞ്ഞി കടയിൽ കയറി കാണിക്കണം കേട്ടോ. മോനെ വിഷ്ണു എങ്ങനെയുണ്ട്? സൂപ്പർ. മധുരം ഒഴിക്കണോ? മധുരമില്ലാതെ അമ്മയ്ക്ക് മധുരം ഒഴിക്കണോ? മധുരം ചേച്ചി മധുരത്തിന് കാശ് തരാം. ഒഴിക്ക് ചേച്ചി. ആ എക്സ്ട്രാ പൈസ എടുത്തരാട്ടോ. എന്നാലും കുഴപ്പമില്ല. ഒഴിച്ചായിട്ടാ. ഞങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ചേട്ടൻ മധുരം ഒഴിക്കും. എന്തോന്ന് ഞങ്ങൾ ഇത് ആദ്യം ചിന്തിക്കാൻ ഞങ്ങൾ ആദ്യം കുടിച്ചു നോക്കിയത്. അത് ശരി. ചേട്ടൻ പറഞ്ഞ അത്ര എരിവ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് മേടിച്ചു കുടിച്ചു. അപ്പൊ എരിവ് ഉണ്ടാവും ചേട്ടൻ പറയണ്ടേ? തമിഴ്നാടല്ല. തമിഴ്നാടല്ല ചേട്ടാ നല്ല കോഴിക്കോട് ജനിച്ച് വളർന്ന ചേട്ടാ. ദൈവമേ. അയ്യോ ഇത് വല്ലാത്തൊരു എരിവായി പോയി. ഇനി ഒരിക്കലും കാന്താരി കുടിക്കില്ല. എടേ ഇത് കേറുന്നില്ലടേ. ഇത് വഴി കിട്ടുന്നില്ലടേ. അത് ഒടിഞ്ഞു പോയി. യോ നാരായണ. എന്നാ പിന്നെ ശരി കേട്ടോ. നീ മതി പറയും.